നമസ്കാരം. ഇന്റർവെൽ എന്റർടൈൻമെന്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉള്ളത് SL തിയേറ്ററിലാണ്. ഇന്ന് നമ്മുടെ രാം ചരണും ശങ്കറും കൂടെ ഒന്നിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമ ഗെയിം ചേഞ്ചർ എന്നൊരു സിനിമ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. നല്ല സിനിമ എന്നാ കേൾക്കുന്നത്, നമുക്കറിയില്ല, നമുക്കൊന്ന് എല്ലാവരോടും ചോദിക്കാം. പോവാം. ബ്രഹ്മാണ്ഡ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത്രയില്ല, എന്നാലും കുഴപ്പമില്ല. ശങ്കറിന് ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും പുള്ളിക്കാരുടെ. പഴയ ഒരു ഇതിന്റെ അത്ര ഇല്ല, എന്നാലും പൊളിറ്റിക്സ് ആയിട്ടാണ് പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളൂ. പെർഫോമൻസ് അല്ല, സ്റ്റണ്ട് ഒക്കെ നല്ല ശങ്കറിന്റെ ഒന്നുമില്ല. ശങ്കറിന്റെ ഫാനാണോ? പേഴ്സണലി ഇന്ത്യൻ ടൂവിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഒരു വൻ പരാജയം. അത് കംപ്ലീറ്റ്ലി എനിക്ക് ക്രിഞ്ച് സീൻസ് ഉണ്ട്, കൺഫേം ഉണ്ട്, ഒരുപാട് ക്രിഞ്ച് സീൻസ് ഉണ്ട്. പക്ഷെ ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള 1-2 സീൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ഗൂസ്മൻസ് വരുന്ന സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് സീൻസ് ഉണ്ട് അങ്ങനെ. ഇല്ല, പൊളിറ്റിക്സ് ആണ്, ബട്ട് ഒരു കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ പാസവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതിനുള്ളതൊന്നും എത്തിയിട്ടില്ല. ഇന്ത്യൻ ടൂവിനെക്കാളും ബെറ്റർ ആണ് സിനിമ. ബട്ട് പെർഫോമൻസ് SJ സൂര്യ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. രാം ചരന്റെ ഫേസിൽ എക്സ്പ്രഷൻസ് ഒന്നും അത്ര കൺവിൻസിംഗ് ആയിട്ട് വരുന്നില്ല. സോങ്സ് ഒരുപാട് ബഡ്ജറ്റ് മുടക്കിയ സോങ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് ബഡ്ജറ്റ് മുടക്കിയിട്ടുണ്ട്. അതിന്റെ VFX ആണെങ്കിലും സെറ്റ് ആണെങ്കിലും കാണുമ്പോൾ മനസ്സിലാവും. സോങ്സ് പക്ഷെ കേൾക്കാൻ എത്ര രസം ഉണ്ടാന്ന് വെച്ചാൽ അറിയത്തില്ല. വൺ ടൈം ആയിട്ട് തിയേറ്ററിൽ പോയി സമയം ഉണ്ടെങ്കിൽ കാണാം, അങ്ങനെ സജസ്റ്റ് ചെയ്യുള്ളൂ. മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാനായിട്ടില്ല. അത്രേ ഉള്ളൂ. എല്ലാം ടോട്ടലി പണ്ടത്തെ പുള്ളിയുടെ ഒരു ഇതില്ല. അത് ഒരു പരിധി തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ഞാൻ പണ്ട് ശിവാജിയുടെ അന്ന് കാലത്ത് ആ പാട്ടിന് മാത്രം 5 കോടി. എങ്ങനെ പോയാലും ഞാൻ വെച്ച് 2 പാട്ടേ ഉള്ളൂ. ഈ അവസാനത്തെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ചെലവുള്ളത്. എങ്ങനെ നോക്കിയാൽ മാത്രം 10-40 കോടിയാണ്. ഫുള്ള് സെറ്റാണ്. അതൊന്നുമില്ല അതില്. ചെറിയൊരു ഗ്രാമ സെറ്റ്, ഭയങ്കര വിഷ്വലി ഭയങ്കര രസമാണ്. പടം കൊള്ളാം. അതായത് സെയിം ടെംപ്ലേറ്റ് ആണ്, പക്ഷെ പടം വൈസ് നോക്കിയ പടം കൊള്ളാം. ശങ്കറിനൊരു അത് നന്നായിട്ടുണ്ട്. പിന്നെ അതിന് ജയറാമിന്റെ കാര്യം ചോദിക്കണ്ട. അതിനാ ഈ നമ്മള് അത് ഫാസിൽ പുഷ്പ പോലെ ചെയ്തതല്ല, വലിയ ആളെ പിടിച്ച് ഇവിടെ എടുത്തു. ആ 7-8 ഡയലോഗ് പുള്ളിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കൗണ്ടർ അടിക്കും, സെൽഫ് കൗണ്ടർ പുള്ളി തന്നെ പോകും. ആ ഒരു പുള്ളിന് ആവശ്യമില്ല. ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. SJ സൂര്യ പുള്ളി സ്ഥിരം ഒരു സ്വഭാവമാണ്. എല്ലാത്തിലും ഒരു അലറി ആ ഒരു കാര്യം കൊള്ളാം. പക്ഷെ സ്ഥിരം ഒരു സാധനമല്ലേ. ഓക്കെ. കാരണം ശങ്കറിന്റെ ഒരു പഴയ ഒരു മൂഡ് തിരിച്ചു വന്നിട്ടുണ്ട്. പടം വയസ്സ് കൊള്ളാം. സിനിമയൊക്കെ ആവറേജ് ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ അത്രേ ഉള്ളൂ. ഈ അതെ എല്ലാം അങ്ങനെയാണല്ലോ. ഇന്ത്യൻ ടൂ എല്ലാം അങ്ങനെയാണല്ലോ. ശങ്കറിന്റെ എല്ലാ സിനിമയും അങ്ങനത്തെ ജോണറാണല്ലോ. ഓക്കെ അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, ആവറേജ് ആണ്. ഒരു പാൻ ഇന്ത്യൻ പരിപാടി, അത്ര പറയാനുള്ളൂ. ചുമ്മാ ശങ്കർ എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവണില്ല. പുള്ളി ചില്ലറേറ്റ് ഇപ്പൊ ഇന്ത്യൻ ടൂ ഒക്കെ പോലെ എന്തിനാണ് കുറെ അപരാധം എടുത്തു വിടണമെന്ന് മനസ്സിലാവണില്ല. നല്ലൊരു ഡയറക്ടറാണ്, നല്ലൊരു ആക്ടറിനെയും കിട്ടിയതാണ്. രാം ചരനെ പോലുള്ള നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറുണ്ട്. അപ്പൊ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. ഇതിന്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് തമന്റെ മ്യൂസിക് വർക്ക് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷെ എവിടേക്ക് എന്തൊക്കെയൊക്കെയോ പോയിട്ടുണ്ട്. ലൈക്ക് ഭയങ്കര മിക്സഡ് ആയിട്ടാണ് സാധനം വന്നേക്കുന്നത്. കുഴപ്പമില്ല, ആവറേജ്, ഇത്രേ ഉള്ളൂ. ഇന്ത്യൻ ടൂവിനെക്കാട്ടിലും കൊള്ളാന്നേ പറയാൻ നോക്കൂ, അല്ലാതെ ഒന്നും ഇല്ല ഇതില്. വെറുതെ ആരും പറയണമെന്നില്ല. ഇത്രേ ഉള്ളൂ. Not good. Why? What happened? I just woke up. I slept in the movie. അത്രയ്ക്ക് ഭയങ്കര പടമൊന്നും അല്ല. ഒരു തെലുങ്ക് മാസ് പടം എന്ന് പറയുന്നത്. പടം ഒരു പക്കായ ഒരു ശങ്കർ പടം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു തെലുങ്ക് ഡയറക്ടർ എടുത്ത പോലെയാണ് പടം ചെയ്യുന്നത്. നമ്മൾ സോങ് കണ്ടു കഴിഞ്ഞാൽ ഒരു ശങ്കർ പടത്തിന്റെ എല്ലാം ഉണ്ട്. സോങ്സിലൊക്കെ നമുക്ക് കാണാം. പക്ഷെ സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തെലുങ്ക് ഡയറക്ടർ എടുത്ത പോലെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തെലുങ്ക് വെർഷനാണ് ഞാൻ കണ്ടത്. തമിഴല്ല, തെലുങ്ക് വെർഷനാണ് ഞാൻ കണ്ടത്. എല്ലാവർക്കും വർക്കാവണമെന്നൊന്നുമില്ല. മാസായിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് പടം പോരില്ല, ഇന്ത്യൻ ടൂ പോലെ പോരില്ല. പക്ഷെ അവന്റെ ആ പഴയ സിനിമ എല്ലാം കൂടി മിസ്സിങ്.